ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം നടന്ന +1 മോഡൽ എക്സാമിനേഷനിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും വിശദമായി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും ക്രിസ്മസ് എക്സാമിനേഷന് ചോദിച്ചതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മോഡൽ എക്സാമിനേഷന് ചോദിച്ചത്. എന്നാൽ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വിശദമായി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. തീർച്ചയായും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഷുവർ ക്വസ്റ്റ്യൻസിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചതിന് ശേഷം റിവിഷൻ ക്ലാസ് പ്ലസ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ മാത്തമാറ്റിക്സ് ചെയ്യുന്ന കുട്ടികളും ഈ ഒരു സ്ട്രാറ്റജി സ്വീകരിക്കുന്നത് നല്ലതാണ്. സോ ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. 3 മാർക്സിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6. Question number 1. Question number 1. Find the equation of the circle passing through the points 0,0, 10,0 and 0,4. രണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ആദ്യം ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യുക. ആദ്യം 0,0, നെക്സ്റ്റ് 10,0, നെക്സ്റ്റ് എന്താണ് 0,4. ഇവ തമ്മിലൊന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ സർക്കിളിനകത്ത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. ഒരു റിസൾട്ട് ഉണ്ട്. ഒരു സർക്കിളിനകത്ത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്താൽ ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും ആ സർക്കിളിൻ്റെ ഡയമീറ്റർ. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ. അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ റിസൾട്ട് നമ്മൾ അറിയണം. ഇത് 10th സ്റ്റാൻഡേർഡിലോ 9th സ്റ്റാൻഡേർഡിലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഈ പോയിന്റ് 10,0, ഈ പോയിന്റ് 0,4. മിഡ് പോയിന്റ് കാണുന്ന ഫോർമുല x1 + x2/2, 10 + 0/2 5 അല്ലേ? അതേപോലെ y കോർഡിനേറ്റ് y1 + y2/2, y കോർഡിനേറ്റ് ഇവിടെ 0, ഇവിടെ 4, ആഡ് ചെയ്യുമ്പോൾ 4/2 ദാറ്റ് ഈസ് 2. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസിൻ്റെ മിഡ് പോയിന്റ് അതാണ് സെന്റർ ഓഫ് ദ സർക്കിൾ. അത് 5,2 എന്ന് കിട്ടും. സോ സെന്റർ h,k 5,2. ഇനി ഇത് ഒറിജിൻ ആണ് അല്ലേ, 0,0. ഈ ഒറിജിനിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് അതാണ് റേഡിയസ്. സോ റേഡിയസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം 0,0 to 5,2. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അല്ലെങ്കിൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് √(x² + y²) √25 + 4 ദാറ്റ് ഈസ് √29. സെന്ററും റേഡിയസും കിട്ടിയാൽ സർക്കിളിന്റെ ഇക്വേഷൻ x - h² + y - k² = r². സോ എച്ചിന് 5 കൊടുക്കുക, കെക്ക് 2 കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x - 5² + y - 2² = r² എന്ന് പറയുമ്പോൾ √29² 29. എക്സ്പാൻഡ് ചെയ്യാം, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജനറൽ ഇക്വേഷൻ എഴുതുന്നതാണ് നല്ലത്. a - b² റിസൾട്ട് യൂസ് ചെയ്യുക. x² - 10x + 25. ഇവിടെ y² - 4y + 4 = 29. എല്ലാം ഒരു സൈഡിൽ കൊണ്ടത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? x² + y² - 10x - 4y = 0. ടെക്സ്റ്റിൽ സമാനമായ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു സർക്കിളിലെ 2 പോയിന്റും സർക്കിളിന്റെ സെന്ററിൽ കൂടി കടന്നു പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ തന്നാൽ ഹൗ ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ x² + y² + 2gx + 2fy + c = 0 എന്ന് അസ്യൂം ചെയ്യുക. ഈ സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ് 0, 0. അപ്പോൾ എക്സിന് 0, വൈക്ക് 0 കൊടുക്കുമ്പോൾ c 0 എന്ന് കിട്ടും. ഈ സർക്കിളിലുള്ള മറ്റൊരു പോയിന്റ് ആണ് 10,0. അപ്പോൾ എക്സിന് 10, വൈക്ക് 0 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ജിയുടെ വാല്യൂ എന്ത് കിട്ടും? -5. അതുപോലെ ഈ സർക്കിളിലെ മറ്റൊരു പോയിന്റ് ആണ് 0,4. എക്സിന് 0, വൈക്ക് 4 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂ എന്ത് കിട്ടും? -2. ഈ GFCയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ കിട്ടിയ സെയിം ഇക്വേഷൻ കിട്ടും. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് പഠിച്ച കുട്ടികൾ തീർച്ചയായും ഈ രീതിയിലായിരിക്കും ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യത. 2 രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ആദ്യം തന്നെ കുട്ടികൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ പല കുട്ടികൾക്കും ടെൻഷൻ ഉണ്ടായി കാണും.
ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂൾ ഓഫ് ടൈമിൽ കൂളായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, എങ്കിൽ നോ പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമ്പർ 2. Let A and B are two events such that probability of A complement equal to 0.46, probability of B 0.69, probability of A union B 0.88. Find probability of A and probability of A intersection B, then probability of A intersection B complement. നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പി ഓഫ് എ കോംപ്ലിമെന്റ് തന്നിട്ട് പി ഓഫ് എ കാണുന്ന ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സെയിം ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കാണുന്ന ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സൂപ്പർ ഗ്രേഡ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ട കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കും. പി ഓഫ് എ കോംപ്ലിമെന്റ് 0.46 എങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. എങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ്. സോ 1 മൈനസ് 0.46 0.54 എന്ന് കിട്ടും. നെക്സ്റ്റ് സിമ്പിൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണുന്ന ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തോണേ, എ യൂണിയൻ ബി. അപ്പോൾ എന്താണ് പി ഓഫ് എ 0.54 പ്ലസ് പി ഓഫ് ബി 0.69 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി 0.88. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.35. കാൽക്കുലേറ്റർ യൂസ് ചെയ്യൂ, അല്ലാതെയും ചെയ്യാം. നെക്സ്റ്റ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചു. ഫൈൻഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണാൻ ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ചില്ല എങ്കിലും ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ സാധിക്കും, പബ്ലിക്കിനും കാണാം. സോ ഹിയർ എഫ് ഡാഷ് എക്സ് കാണുന്ന ഫോർമുല ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് അല്ലേ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എഫ് ഓഫ് എക്സ് സൈൻ എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും? സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ എച്ച്. ഇവിടെ സൈൻ എ മൈനസ് സൈൻ ബി അല്ലെങ്കിൽ സൈൻ സി മൈനസ് സൈൻ ഡി എന്ന ട്രിഗണോമെട്രി ഫോർമുല അപ്ലൈ ചെയ്യണം. നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എസ് മൈനസ് എസ് 2CS 2 cos ആംഗിൾ ആഡ് ചെയ്യുക, then dividing by 2, then sin ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, then dividing by 2. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എസ് മൈനസ് എസ് 2CS 2 cos ആംഗിൾ ആഡ് ചെയ്യുക എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു സൈൻ 2CS ആണ്, എസ് എന്ന് പറഞ്ഞാൽ സൈൻ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 cos ഇവിടെ എന്ത് കിട്ടും? ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? എക്സും 2x ബൈ 2, അപ്പോൾ എക്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് എച്ച് ബൈ 2. ഇവിടെ എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ സൈൻ എച്ച് ബൈ 2. നെക്സ്റ്റ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ മേളിലിരിക്കുന്ന 2വിനെ താഴെ എച്ച് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ അത് സിംപ്ലിഫിക്കേഷൻ കറക്റ്റാണ്. സോ ഇത് അതുപോലെ എഴുതി, ഇത് അതുപോലെ എഴുതി. ഇനി ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്യുന്നു. കോസ് എന്താണ്? എക്സ് പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻറ്റു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1. ഇവിടെ എച്ചിന് 0 കൊടുത്താൽ ആൻസർ എന്ത് കിട്ടും? കോസ് എക്സ് അല്ലേ? ഈ ഐഡന്റിറ്റിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ്. കിട്ടി. മാർക്ക് 3. എല്ലാ കുട്ടികളും എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. കൺസിഡർ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 10. ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ. എങ്കിൽ എന്താണ് ആൻസർ? 11. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചത് വേറൊന്നാണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഇൻ ദ എബവ് എക്സ്പാൻഷൻ അല്ലേ? സം ഓഫ് ദ കോഎഫിഷ്യൻസ് കാണാൻ ഒരു ഫോർമുലയുണ്ട് 2n. ഇവിടെ n എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ആൻസർ 210 1024. അല്ലെങ്കിൽ എക്സിന് 1 കൊടുത്താൽ മതി. ഇവിടെയും 1, ഇവിടെയും എക്സിന് 1 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 210. അങ്ങനെയും ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൊത്തം 11 ടേം ഉണ്ട്. അതിൽ തേർഡ് ടേം കണ്ടെത്തുക. ജസ്റ്റ് എന്ത് ചെയ്യുക? ആദ്യത്തെ 3 ടേം ഒന്ന് എഴുതി നോക്കുക. ഫസ്റ്റ് ടേം നിങ്ങൾക്കറിയാം എന്താണ്? NC0 എന്നത് 10 ആണ്. 10C0 എക്സ് സ്ക്വയർ റൈസ് ടു 10 അതല്ലേ? പ്ലസ് NC1 അടുത്തെന്ത് വരും? എക്സ് സ്ക്വയർ റൈസ് ടു 9 ഇൻറ്റു ഈ 1 ബൈ എക്സ് സ്ക്വയർ. അടുത്തത് തേർഡ് ടേം 10C2 എക്സ് സ്ക്വയർ റൈസ് ടു 8. പവർ ഒന്ന് കുറഞ്ഞു വരും. ആദ്യം 10, അടുത്ത 9, അടുത്ത തേർഡ് ടേമിൽ 8. അടുത്ത് രണ്ടാമത്തെ ടേമിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തേർഡ് ടേമിൽ ഇതിന്റെ ഹോൾ സ്ക്വയർ വരും. പവർ കൂടി പോകും. 1 ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ.
കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ 10c/45 എന്ന് കിട്ടും. ഇത് x⁻16 by x⁻4 ക്യാൻസൽ ചെയ്യുമ്പോൾ x⁻12. ആൻസർ 45 × x⁻12. ഇതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് i⁻200 ഇൻ ദ ഫോം a + ib. i⁻200 എന്താണ് വാല്യൂ? i⁻4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ 1. അപ്പോൾ 1 ആണ്. 1നെ സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതും? 1 + 0i. നെക്സ്റ്റ് z1 തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് z2. i × z1. z2 എന്ന് പറഞ്ഞാൽ i × z1 4 + 3i. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4i. അടുത്ത പ്ലസ് 3i². i²ന്റെ വാല്യൂ -1. അപ്പോൾ ഇതെന്താണ്? -3. ആദ്യം എഴുതുക പ്ലസ് 4i വിച്ച് ഈസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. നെക്സ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ, പക്ഷേ റീസെൻ്റ് ആയിട്ട് പല എക്സാമിനേഷനും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഡീറ്റെയിൽഡ് ക്ലാസ്സിലൊക്കെ നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽഡ് ക്ലാസ്സൊക്കെ ഉണ്ട്, കുട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് z1ഉം z2ഉം അർഗൻ പ്ലെയിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിനിൽ മാർക്ക് ചെയ്യുക. അല്ലെ, ഇപ്പോൾ കോംപ്ലക്സ് പ്ലെയിൻ, പബ്ലിക്കിന് ചിലപ്പോൾ അർഗൻ പ്ലെയിൻ. എന്താണ് അർഗൻ പ്ലെയിൻ എന്ന് അന്തമിട്ടിരിക്കേണ്ട കാര്യമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ എക്സ് ആക്സിസിൽ ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. വൈ ആക്സിസിൽ എന്താണ്? ഇമാജിനറി പാർട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം z1 എന്ന് പറയുന്നത് 4 + 3i. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 4, വൈ കോർഡിനേറ്റ് 3. അപ്പോൾ എക്സ് ആക്സിസിൽ 4, വൈ ആക്സിൽ 3. അപ്പോൾ വിച്ച് ഈസ് ദ പോയിന്റ് z1. അടുത്ത z2 എന്ന് പറഞ്ഞാൽ -3,4. റിയൽ പാർട്ട് -3, ഇമാജിനറി പാർട്ട് 4. അപ്പോൾ -3,4. എക്സ് ആക്സിസിൽ -3, കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിൽ 4. z2 എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്യുക. കിട്ടി, മാർക്ക് 1. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ്? ഏതാണ് തെറ്റ്? അല്ലെ, കുറേയധികം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. തെറ്റായത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. ഇതാ നോക്കിക്കോ. സെറ്റ് 1, 2, 3 സബ്സെറ്റ് ഓഫ് ലെഫ്റ്റ് ക്ലോസ്ഡ് 1,3. ഇവിടെ 3 അവിടെ ഓപ്പൺ ആണ്. അപ്പൊ 3 എന്തല്ല? ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ ഇവിടെ 3 ഇൻക്ലൂഡഡ് അല്ലേ? അപ്പോൾ ഇതിലുള്ള എല്ലാം ഇപ്പത്തുണ്ടോ? ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും ഈ സെറ്റിനകത്ത് ഇല്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കി എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ്, പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഡിമോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഓപ്പറേഷൻസ് ഒക്കെയാണ് പ്രതീക്ഷിച്ചത് സെറ്റിൻ്റെ. പക്ഷേ ഇവിടെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് ചില കുട്ടികൾക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കാണും. പക്ഷേ നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഡ്രോ ദ വെൻ ഡയഗ്രാം ഓഫ് യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടോ? ഇവിടെ 3 ഇവിടെയുണ്ട്, ഇവിടെയുമുണ്ട്. അടുത്ത് വേറെ 6 രണ്ട് സ്ഥലത്തുമുണ്ട്. അപ്പോൾ നമ്മൾ സബ്സെറ്റ് വരയ്ക്കുമ്പോൾ ആദ്യം എ എന്ന സെറ്റ് ഒരു സർക്കിൾ ഉപയോഗിച്ച് സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അടുത്ത് ബി എന്ന് പറയുന്ന മറ്റൊരു സർക്കിൾ. രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഉള്ളത് കൊണ്ട് ഇന്റർസെക്ട് ചെയ്ത് വരയ്ക്കുക. കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ലെങ്കിൽ വരയ്ക്കണ്ട. ഇനി സബ്സെറ്റ് ആണെങ്കിൽ വേറെ രീതിയിലാണ്, അകത്താക്കി വരയ്ക്കുക. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ അകത്ത്, ബി ഔട്ട് സൈഡ് വലിയ സർക്കിളായിട്ട് വരയ്ക്കുക. അതൊന്ന് പഠിച്ചു വയ്ക്കുക, നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ഈ സെറ്റ് സൂചിപ്പിക്കുന്നു, ഈ സർക്കിൾ ബി സൂചിപ്പിക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 3, 6 അത് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ്, എക്കകത്ത് ആരൊക്കെയുള്ള 1, 3, 4, 6. എ എന്ന സെറ്റ് ഇതാണ്, അതിൽ 3, 6 ആയി. റിമൈനിങ് എലമെന്റ്സ് 1ഉം 4ഉം. അടുത്ത ബി എന്ന് പറയുന്ന ഇതാണ്, അതിനകത്ത് 3ഉം 6ഉം എഴുതി കഴിഞ്ഞു. ബാക്കി 2, 5, 8, 2, 5, 8. ഇനി എയും ബിയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയിലും ബിയിലും ഇല്ലാത്ത ആരെങ്കിലും യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടോ? ഉണ്ട്. ആര്? 7. അത് ഈ രണ്ട് സർക്കിളിന്റെ ഔട്ട് സൈഡ് എഴുതുക. ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം, ഇവിടെ എവിടെ വേണമെങ്കിലും എഴുതാം. ഈ റെക്റ്റാങ്കിളിനകത്ത് എഴുതുക. ഈ റെക്റ്റാങ്കിൾ എന്തിനെ സൂചിപ്പിക്കുന്നു? യൂണിവേഴ്സൽ സെറ്റിനെ സൂചിപ്പിക്കുന്നു. വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, നിങ്ങൾ പഠിച്ച ഐഡിയ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എങ്കിലും ചില കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വന്ന് കാണും. പക്ഷേ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ക്രിസ്മസ് എക്സാമിനേഷനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കൺസിഡർ ദ ലൈൻ L1 whose equation is x plus 3y equal to 6. ഡ്രോ ദ ലൈൻ ഇൻ കാർട്ടീഷ്യൻ പ്ലെയിൻ. കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നൊക്കെ കേട്ടപ്പോൾ പേടിച്ച് കാണും. നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ ഈ ഗ്രാഫ് വരയ്ക്കുക. ഇത് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം അത് നമ്മൾ +1ലും പഠിച്ചിട്ടുണ്ട്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ y equal to x plus 10 നമ്മൾ പഠിച്ചിട്ടില്ലേ? വരച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ക്ലാസ് കാണും, അതിനകത്തുണ്ട്. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 2 വ്യത്യസ്ത പോയിന്റുകൾ മിനിമം കണ്ടെത്തണം. അതിനുവേണ്ടി ഇതാ എക്സ് വൈ, എക്സിന് ആദ്യം 0 കൊടുക്കുക ഈ ഇക്വേഷനിൽ. അപ്പോൾ 3y equal to 6, y equal to എന്ത് കിട്ടി? 2. അടുത്ത വൈക്ക് 0 കൊടുക്കുക.
അല്ലേ? അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 6. 0 തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. 1 കൊടുക്കാം, 2 കൊടുക്കാം, -1 കൊടുക്കാം, എന്തും കൊടുക്കാം. പക്ഷേ എളുപ്പത്തിന് വേണ്ടി ഇത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ഏതൊക്കെയാണ്? 0,2, 6,0. അപ്പോൾ അതിവിടെ പ്ലോട്ട് ചെയ്യുക, അല്ലേ? നമ്മൾ എക്സ് ആക്സ് വരയ്ക്കുക. ഒരു യൂണിറ്റ് 1 സെൻറ്റിമീറ്റർ 1 യൂണിറ്റ് 1 2 3 4 5 6 എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ 1 2 3 4 5 6 എന്ന് മാർക്ക് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് x0 y2, x0 y വാല്യൂ 2 ഇവിടെ ഇൻറ്റു ഇടുക. അടുത്തത് എക്സ് വാല്യൂ 6 y വാല്യൂ 0, എക്സ് വാല്യൂ 6 ഹൈറ്റ് 0 ഇൻറ്റു ഇടുക. രണ്ട് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഗ്രാഫ് ഓഫ് എന്ത് കിട്ടിക്കഴിഞ്ഞു? ആ സ്ട്രൈറ്റ് ലൈൻ L1 കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Find equation of the line L2 which is parallel to L1 and passing through the origin. സമാനമായ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. തന്നിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ x+3y = 6. ഇതിൻ്റെ സ്ലോപ്പ് കാണുക. അതിനുവേണ്ടി y = mx+c എന്ന ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മൈനസ് കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് വൈ. അപ്പോൾ -1/3 എന്ന ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. ഇതിങ്ങനെ കറങ്ങിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. y = mx+c എന്ന ഫോമിലാക്കിയും സ്ലോപ്പ് കാണാം. അല്ലെങ്കിൽ മൈനസ് കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് വൈ എന്ന ഫോർമുല അപ്ലൈ ചെയ്ത് സ്ലോപ്പ് കാണുക. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ്. നമുക്ക് കാണേണ്ട ലൈനും ഈ ലൈനും പാരലൽ എന്ന് പറഞ്ഞാൽ കാണേണ്ട ലൈനിൻ്റെ സ്ലോപ്പും ഇത് തന്നെയാണ്. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ. സോ നമുക്ക് കാണേണ്ട റിക്വയർഡ് ലൈനിൻ്റെ സ്ലോപ്പും ഇത് തന്നെ. അടുത്ത് നമുക്ക് കാണേണ്ട ലൈൻ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു 0,0. അപ്പോൾ കാണേണ്ട ലൈനിൻ്റെ ഒരു പോയിന്റ് കിട്ടി, സ്ലോപ്പ് കിട്ടി എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണുന്ന ഫോർമുല y - y1 = m × x - x1. x1 0, y1 0. m സ്ലോപ്പ് എന്ത് കൊടുക്കുക? -1/3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x+3y = 0. വേറെയും ഒത്തിരി രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെ ചെയ്താലും ഈ ഇക്വേഷൻ കിട്ടണം, അത്രമാത്രം. നെക്സ്റ്റ്, ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ ലൈൻസ്. തേർഡ് സബ് ക്വസ്റ്റ്യൻ, അല്ലേ? ആദ്യത്തത് x+3y - 6 = 0. രണ്ടാമത്തത് x+3y = 0. നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് കാണുന്ന ഫോർമുല c2 - c1 √(s² + b²). ഇവിടെ സ്മോൾ ലെറ്റർ a എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 1, സ്മോൾ ലെറ്റർ b വൈയുടെ കോയഫിഷ്യൻ്റ് 3. c1 എന്ന് പറയുന്നത് -6, c2 ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല 0. അപ്പോൾ c1 - 6, c2 0. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6/√10 എന്ന് കിട്ടും. നെക്സ്റ്റ് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇമാജിനറി പവർ ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. എ പോയിന്റ് P ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 3 units ഫ്രം XY plane, 4 units ഫ്രം YZ plane, 5 units ഫ്രം XZ plane. Then the point P is dash. അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ റഫായിട്ട് ആ ഫിഗർ ഒന്ന് മനസ്സിൽ വേണം. ഇതാണ് നിങ്ങളുടെ എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്, ഇതാണ് ഇസഡ് ആക്സിസ്, അല്ലേ? ആദ്യം പറഞ്ഞിരിക്കുന്നത് XY പ്ലെയിനിൽ നിന്ന് 3 യൂണിറ്റ് അകലെയാണ് P യുടെ എക്സ് കോർഡിനേറ്റ്, അല്ലേ? XY പ്ലെയിൻ എവിടെയുണ്ട്? XY പ്ലെയിൻ ഇതാണ്, അല്ലേ? XY പ്ലെയിനിൽ നിന്ന് 3 യൂണിറ്റ് അകലെയാണ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ XY പ്ലെയിനിൽ നിന്ന് 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് XY പ്ലെയിൻ. ഇവിടെ നിന്ന് 3 യൂണിറ്റ് മാറി ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യാം. അതുപോലെ YZ പ്ലെയിനിൽ നിന്ന് 4 യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ്. YZ പ്ലെയിൻ ഏതാണ്? ഇതാണ്. ഇവിടെ നിന്ന് 4 യൂണിറ്റ്, അപ്പോൾ ഇങ്ങോട്ട് മാറ്റി. അടുത്ത് XZ പ്ലെയിൻ ഏതാണ്? XZ പ്ലെയിൻ ഇതാണ് XZ പ്ലെയിൻ. അവിടെ നിന്ന് 5 യൂണിറ്റ് ഡിസ്റ്റൻസ് മാറുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 4 യൂണിറ്റ്, ഈ ഡിസ്റ്റൻസ് 5 യൂണിറ്റ്, ഈ ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ P എന്ന് പറയുന്ന സ്പേസിലുള്ള പോയിന്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 4, y കോർഡിനേറ്റ് 5. ഇതെന്താണ്? Z കോർഡിനേറ്റ് 4, 5, 3, അല്ലെ? സ്പേസിൽ നിൽക്കുന്ന പോയിന്റ്. ഇതിന് സമാനമായ ഒരു ക്വസ്റ്റ്യനും ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, ടെക്സ്റ്റിലെ മിസ്ലേനിയസ് എക്സസൈസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. കൺഫ്യൂഷൻ ഇല്ല, പക്ഷേ വേറെ രീതിയിലും ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഇത് സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ ഞാൻ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്താണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്, അല്ലാതെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തും ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? ദ 3 vertices ഓഫ് എ പാരലോഗ്രാം ABC തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ 4th vertex. നമുക്കറിയാം ഒരു പാരലോഗ്രാമിൻ്റെ, അല്ലെ, ഡയഗണൽസിൻ്റെ മിഡ് പോയിന്റ്സ് ഈക്വൽ ആയിരിക്കും. എന്താണ്? ഒരു പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസിൻ്റെ മിഡ് പോയിന്റ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് AC ഈക്വൽ ടു എന്തായിരിക്കും? മിഡ് പോയിന്റ് ഓഫ് BD. റഫായിട്ട് ഫിഗർ വരയ്ക്കണം, അത് മുഖ്യം.
എ ബി സി ഡി ഡി ഫോർത്ത് വെർട്ടെക്സ് ആണ് കാണേണ്ടത്. അതെന്തെന്നിരിക്കട്ടെ, എക്സ് കോമ വൈ കോമ ഇസഡ്. എന്നിട്ട് മിഡ് പോയിന്റ് കാണുന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ 2 ഡയമെൻഷണൽ പ്ലെയിനെ ബേസ് ചെയ്താണ് പഠിച്ചത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അതാണ് 3 ഡയമെൻഷൻ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കറിയാവുന്ന ആശയം തന്നെയാണ്. x1 + x2/2. അപ്പോൾ എന്തോരൂടെ മിഡ് പോയിന്റ് ഓഫ് എ സി 8 + 1 9/2. അടുത്തത് എന്താണ്, y കോർഡിനേറ്റ് 2 + 7/2 9/2. അടുത്തത് 3 + 3 6/2 ഈക്വൽ ടു ബി ഡിയുടെ മിഡ് പോയിന്റ് x കോർഡിനേറ്റ് കൂട്ടുക x + 4/2 y + 3/2 z + 3/2. രണ്ട് ട്രിപ്ലെറ്റും ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 9/2 ഈക്വൽ ടു ഇത്. അപ്പോൾ x + 4 = 9, x = 5 എന്ന് കിട്ടും. y + 3/2 = 9/2. രണ്ട് ക്യാൻസൽ ചെയ്താൽ y + 3 = 9, y = 6. അതുപോലെ ഇവിടെ രണ്ടും ക്യാൻസൽ ചെയ്താൽ z + 3 = 6, z = 3. സോ ദ ഫോർത്ത് വെർട്ടെക്സ് ഈസ് 5, 6, 3. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് ഇതിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എങ്കിലും 5 ക്വസ്റ്റ്യൻ കമ്പൾസറി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ചില സബ് ക്വസ്റ്റ്യൻ എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. എ തന്നിട്ടുണ്ട് 3 എലമെന്റ്സ്, ബിക്കകത്ത് 6 എലമെന്റ്സ്. ഹൗ മെനി റിലേഷൻസ് ആർ പോസിബിൾ ഫ്രം എ ടു ബി? 2 എന്താണ് ഫോർമുല? നമ്പർ ഓഫ് റിലേഷൻ കാണുന്ന ഫോർമുല 2 n of a into n of b. 2 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ 3, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്താണ് 6. 2 18. കാൽക്കുലേറ്റർ കൊടുത്ത് വേണമെങ്കിൽ വാല്യൂ കാണാം, നിർബന്ധം ഇല്ല. നെക്സ്റ്റ് ടെക്സ്റ്റിൽ സെയിം ക്വസ്റ്റ്യൻ ഇല്ല, എന്നാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. x - y ഈസ് ഓഡ്, x - y ഈസ് ഡിവിസിബിൾ ബൈ 2. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ x - y ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നാണ് റിലേഷൻ തന്നിട്ടുള്ളത്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ഈ ഫോമിൽ തന്നിട്ടുണ്ട്. വി ഹാവ് ടു റൈറ്റ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. എയിൽ നിന്ന് ബിയിലേക്കാണ് അല്ലേ? അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ്. അപ്പോൾ എ ക്രോസ് ബിയിലെ എലമെന്റ്സ് ഓരോന്നായിട്ട് കണ്ടെത്തുക. അതിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. ആദ്യം 1, 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 - 1 0 ഈസ് ഡിവിസിബിൾ ബൈ 3. 0/3 0 ആണല്ലോ. അപ്പോൾ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ 1, 1 എഴുതണം. അടുത്ത 1, 2 1 - 2 -1/3 പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1, 3 പറ്റത്തില്ല. 1, 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -3 ഡിവിസിബിൾ ബൈ 3 ആണ്, എഴുതണം 1, 4. അടുത്ത 1, 5 പറ്റത്തില്ല. 1, 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ബൈ 3 അല്ല. അടുത്ത 2 വെച്ച് 2, 1 പറ്റില്ല. 2, 2 2 - 2 0 എഴുതണം 2, 2 കണ്ടോ. അടുത്ത 2, 3 പറ്റില്ല. 2, 4 പറ്റില്ല. 2, 5 2 - 5 -3 എഴുതണം. അടുത്ത 2, 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -4 ഡിവിസിബിൾ ബൈ 3 അല്ല. അടുത്ത അതുപോലെ 3, 1 പറ്റില്ല. 3, 2 പറ്റില്ല. 3, 3 പറ്റും. 3, 4 ഇല്ല. 3, 5 ഇല്ല. 3, 6 which is the relation in roster form. നെക്സ്റ്റ് ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ? ഇവിടെ ആദ്യത്തെ സെറ്റിലെ എലമെന്റ് 1, 2, 3. 1 ഈസ് റിലേറ്റഡ് ടു 1, അഗെയിൻ 1 ഈസ് റിലേറ്റഡ് ടു 4. 1ൽ നിന്ന് 2 ഇമേജ് പോകുന്നു. ആദ്യത്തെ സെറ്റിലെ 1ാമത്തെ എലമെന്റിൽ നിന്ന് 1ൽ കൂടുതൽ ഇമേജ് പോകുന്നു. therefore the relation is not a function എന്നെഴുതിയാൽ മതി. നിർബന്ധമായിട്ട് ആൻസർ ചെയ്യണം ഈസ് അല്ലേ? ഈസ് ആർ എ ഫംഗ്ഷൻ. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ അല്ലേ? നിർബന്ധമായും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റിഫിക്കേഷൻ കൂടെ എഴുതുക. നെക്സ്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ, ലീനിയർ ഇനിക്വാളിറ്റിയിലെ 5x - 10 < 5 where x is a natural number. Solve the linear inequality. 5x - 10 < 5. 5x < 15 -10 ഇപ്പുറത്ത് വരുമ്പോൾ +10. സോ x < 15/5 3. അപ്പോൾ 3 അതിനേക്കാളും ചെറിയ നാച്ചുറൽ നമ്പർ ഏതൊക്കെ? 1, 2, 3. സോ ആൻസർ എന്ന് പറയുന്നത് സെറ്റ് ഇട്ടിട്ട് 1, 2, 3. അടുത്ത ഈ ലീനിയർ ഇനിക്വാളിറ്റി സോൾവ് ചെയ്ത് സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക. സോ എക്സ്പാൻഡ് ചെയ്യുക. 3 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x + 3 > 8x + 11. എക്സിന്റെ ടൈം എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക. 6x - 8x > 10 - 3 8. -2x > 8. ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സ് ഓർഡറിൽ എഴുതണം. ഇവിടെ എക്സ് കാണാൻ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ എക്സ് ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ലെസ് ദാൻ 8/-2 എന്ത് കിട്ടും? -4. എക്സ് ലെസ് ദാൻ -4 ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അടുത്ത്
പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുക. -4 ചെറുത് ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് -4 അവിടെ ഒരു സ്മോൾ സർക്കിൾ ഇടുക. -4 ചെറിയ നമ്പേഴ്സ് ഇങ്ങോട്ടാണ് വരുന്നത്. ഇതെന്ത് ചെയ്യുക, ഒന്ന് ഡാർക്കൺ ചെയ്യുക. ഡാർക്കൺ ചെയ്ത് റെപ്രസെന്റ് ചെയ്യണം, എങ്കിലേ സൊല്യൂഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഡാർക്കൺ ചെയ്ത് കാണിക്കുക ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോർഷൻ -4. നെക്സ്റ്റ് നല്ലൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുള്ളത് നോട്ട് ചെയ്യുക. 2018-19 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ ഇത്തരം ക്വസ്റ്റ്യൻ കാണാം. മോഡൽ എക്സാമിനേഷന് തൊട്ട് തലേ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞു 2018, 2019, 2020 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യൂ. അവിടെയുള്ള 3-4 ക്വസ്റ്റ്യൻസ് അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതൊരു യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിളിൽ ജനറലായിട്ടൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂ, വൈ കോർഡിനേറ്റ് സൈൻ വാല്യൂ ആണ്. എന്താണ്, ഒരു യൂണിറ്റ് സർക്കിളിൽ ഒരു ജനറൽ പോയിന്റ് എടുത്താൽ ആ ജനറൽ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂ, വൈ കോർഡിനേറ്റ് സൈൻ വാല്യൂ. കോസ് ഓഫ് ദിസ് ആംഗിൾ ആണ് 0.6. അപ്പോൾ കോസ് എക്സ് എന്ന് പറയുന്നത് 0.6. സൈൻ ഓഫ് ദിസ് ആംഗിൾ, ഇത് റേഡിയൻ മെഷറിലാണ്, സൈൻ ഓഫ് ദിസ് ആംഗിൾ ആണ് 0.8. അപ്പോൾ കോസ് എക്സ് 0.6, സൈൻ എക്സ് എന്താണ് 0.8. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പാർട്ട് നിങ്ങൾക്ക് ചെയ്യാം. സൈൻ 2x വാല്യൂ 2 സൈൻ എക്സ് കോസ് എക്സ് 2 ഇൻറ്റു കിട്ടിയ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.96. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഈ പി തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ കോർഡിനേറ്റ് ക്യൂ അല്ലേ. ഇവിടെ വരുമ്പോൾ ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് വാല്യൂ നെഗറ്റീവ് ആണ്, വൈ വാല്യൂ നെഗറ്റീവ് ആണ്. ഇവിടെ 180 ആണ്, ആംഗിൾ പി ഒ ക്യൂ 180 ആണ്. അപ്പോൾ ഇതേ നമ്പർ തന്നെയായിരിക്കും ഇവിടെ വരുന്നത്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ആൻസർ -0.6, -0.8. സെയിം ക്വസ്റ്റ്യൻ 2018 ചോദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. നെക്സ്റ്റ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ ഫസ്റ്റ് പാർട്ട് വളരെ സിമ്പിളാണ്. അടുത്ത 2 പാർട്ടും ചില കുട്ടികൾക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Consider the digits 4, 5, 6, 7. How many 3-digit number can be formed using above digits without repetition of digits? അല്ലേ, മൊത്തം എത്ര നമ്പർ ഉണ്ട്? 4 നമ്പർ ഉണ്ട്. എത്ര 3-digit നമ്പർ, അതായത് 4 എണ്ണം ഉണ്ട്, 3 എണ്ണം വെച്ച് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലേ. 3-digit നമ്പർ എഴുതാൻ 3 നമ്പർ മതി. അപ്പോൾ മൊത്തം 4 ഉണ്ട്, 3 എണ്ണം വെച്ച് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആൻസർ 4p3. കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ 24 അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം 24. അടുത്ത ക്വസ്റ്റ്യൻ, അതാണ് പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദീസ് 3-digit നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, മൊത്തം 24 3-digit നമ്പർ കിട്ടും. അതിൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിട്ട് വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? അതിനൊരു റിസൾട്ട് അറിയണം. ഈ 4, 5, 6, 7 ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന 3 അക്ക സംഖ്യകളിൽ ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയി വരുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിലെ 3 നമ്പർ നമ്മൾ ചൂസ് ചെയ്യുക. അതിൻ്റെ സം മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ, അതിൻ്റെ സം മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ കിട്ടുന്നതും എന്താണ്, ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 3 നമ്പർ എടുക്കാം. 4, 5, 6. ഇതിൻ്റെ സം 5, 6, 11, 4, 15. അത് ഡിവിസിബിൾ ബൈ 3 ആണ്. എങ്കിൽ ഈ നമ്പർ വെച്ചുണ്ടാക്കുന്ന, ഷഫിൾ ചെയ്തുണ്ടാക്കുന്ന എല്ലാ നമ്പറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. അതുപോലെ 4, 5, 6 നമ്പേഴ്സ് യൂസിങ് 4, 5, 6 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ 3. ഇനി അടുത്ത് 5, 6, 7. 5, 6, 11, 7, 18. അതും ഡിവിസിബിൾ ബൈ 3. അപ്പോൾ അത് ഉപയോഗിച്ചുണ്ടാക്കുന്നതും ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇനി വീണ്ടും സാധ്യതയുണ്ട് 4, 6, 7 ഇങ്ങനെ ഷഫിൾ ചെയ്യാം. പക്ഷെ അത് ആഡ് ചെയ്യുമ്പോൾ 17 ഡിവിസിബിൾ ബൈ 3 ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്ന 3-digit നമ്പേഴ്സ് എന്തല്ല, ഡിവിസിബിൾ ബൈ 3 അല്ല. അപ്പോൾ ഇത് 2 മാത്രമേ സാധ്യമാവൂ. ബാക്കി റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല. ഇനി 4, 5, 6 യൂസ് ചെയ്ത് 3 നമ്പേഴ്സ് ഉണ്ട്. ഈ 3 നമ്പർ യൂസ് ചെയ്ത് എത്ര 3-digit നമ്പർ? 3p3 അതാണ് എഴുതിയിരിക്കുന്നത്. പ്ലസ് അടുത്ത 5, 6, 7 ഇത് യൂസ് ചെയ്ത് എത്ര വ്യത്യസ്തമായ 3-digit നമ്പർ? 3 നമ്പർ ഉണ്ട്, 3 അക്ക സംഖ്യകൾ. അപ്പോൾ 3p3. ഇത് 6, ഇത് 6. ആൻസർ എന്ത് കിട്ടും? 12. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ്റെ 3rd പാർട്ട്. അത് കുറച്ച് കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ചാൽ ചെയ്യാൻ പറ്റും. നേരത്തെ ക്വസ്റ്റ്യൻ ആ തിയറി അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റൂ. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ആർ എബവ് 600 ഇഫ് റെപ്പറ്റീഷൻ ഓഫ് ഡിജിറ്റ്സ് ആർ അലൗഡ്? 3-digit നമ്പർ 3 ബോക്സ് നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക, സൈഡിൽ വരയ്ക്കുക. ആദ്യത്തെ ബോക്സ്, ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ ബോക്സ് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 600-നേക്കാളും വലിയ നമ്പർ വരണമെങ്കിൽ ഈ 4 ഡിജിറ്റ് ഉപയോഗിച്ചാണേ. അപ്പോൾ 4-ൽ തുടങ്ങാൻ പറ്റുമോ? ഇല്ല. 5-ൽ തുടങ്ങിയാൽ 500 ആകത്തുള്ളൂ. 6-ൽ തുടങ്ങാം, 7-ൽ തുടങ്ങാം. അപ്പോൾ ഇങ്ങേ അറ്റത്തെ ബോക്സ് നമുക്ക് 2 രീതിയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു അടുത്ത ബോക്സിൽ എഴുതിയത് വീണ്ടും എഴുതാമല്ലോ. ഈ 4 നമ്പറിൽ ഏത് വേണം എഴുതാം. അപ്പോൾ ഇൻറ്റു 4.
അടുത്ത ബോക്സിലും നമുക്ക് ഇതിൽ ഏത് വേണോ എഴുതാം, എഴുതിയത് വീണ്ടും എഴുതാം 4. അപ്പോൾ ആൻസർ 4 × 4 × 2 ദാറ്റ് ഈസ് 32 എന്ന് കിട്ടും. റെപ്പറ്റീഷൻ അലൗഡ് ആയതുകൊണ്ടാണ്. റെപ്പറ്റീഷൻ അലൗഡ് അല്ല എങ്കിൽ എന്താണ് ആൻസർ എന്ന് ഞാൻ ആ ക്വിക്ക് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ആരും എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻ, പക്ഷേ നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ കണ്ട കുട്ടികൾക്ക് കൃത്യമായി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടിയത്? 2018 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ ക്വസ്റ്റ്യൻ പക്ഷേ നേരെ തിരിച്ചായിരുന്നു. എന്തായിരുന്നു? ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ട് ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യകർത്താവ് ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചിട്ടു. എന്താണ്? ഫംഗ്ഷൻ തന്നു, ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ട കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യനും ചെയ്യാൻ സാധിക്കും. എന്താണ് ഫംഗ്ഷൻ? എക്സ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1. എങ്ങനെ ഗ്രാഫ് വരയ്ക്കും? എക്സ് ആക്സ് വരയ്ക്കുക, വൈ ആക്സ് വരയ്ക്കുക, പോയിന്റ് പ്ലോട്ട് ചെയ്യുക. എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ലെ, ഈ 1ന് ശേഷം വരുന്ന എല്ലാ എക്സ് വാല്യൂവിന്റെ ഇമേജ് എന്താണ്? 1 ആണ്. അപ്പോൾ 1ന്റെ ഇമേജ് 1നേക്കാൾ വലുതല്ലേ? 1.5ന്റെ ഇമേജ് 1 ആയിരിക്കും, 2ന്റെ 1 ആയിരിക്കും, 3ന്റെ 1, 4ന്റെ 1. അത് പ്ലോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കിട്ടും, എക്സ് ആക്സിന് പാരലായിട്ട്. അടുത്ത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ. 0 എന്ന് പറഞ്ഞാൽ 0, -1ന്റെ ഇമേജ് -1, -2ന്റെ ഇമേജ് -2, -3ന്റെ -3 അല്ലെ, 0 0, 1ൻ്റെത് 1. അപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തു. അത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫൊക്കെയാണ്. നിർഭാഗ്യവശാൽ ചോദിച്ചത് ഇതായിപ്പോയി. ഒന്ന് ചിന്തിച്ചാൽ, ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് ഒന്ന് ചിന്തിച്ചാൽ ഇത്തരം ഗ്രാഫുകളൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. Now, what is the range of this function? റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ അല്ലെ. ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷന്റെ y വാല്യൂ എവിടം മുതൽ എവിടം വരെ? ഇതിങ്ങ് താഴോട്ടങ്ങ് പോവുകയല്ലേ, -∞ മുതൽ 1 വരെ. അപ്പോൾ എന്താണ് റേഞ്ച്? ഓപ്പൺ ഇന്റർവൽ -∞, 1ൽ ടച്ച് ചെയ്യുന്നു, അതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ 1. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 f of x. ഈ 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് വാല്യൂ 1 തന്നെയാണ്, റൈറ്റ് വാല്യൂം 1 തന്നെയാണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലേ. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 f of x എന്ന് പറയുന്ന ആൻസർ എന്താണ്? 1 തന്നെയാണ്. 1ന്റെ തൊട്ടടുത്ത് വരുന്ന വാല്യൂം, ലെഫ്റ്റിൽ വരുന്ന വാല്യൂം 1 ആണ്. സോ ആൻസർ 1. നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻസ് 10 യെല്ലോ ബോൾസ്, 7 ഗ്രീൻ ബോൾസ് ആൻഡ് 6 വൈറ്റ് ബോൾസ്. In how many ways 3 balls can be selected of same color, of different color? ഇങ്ങനെ 2 പാർട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ട് തീർച്ചയായിട്ടും വളരെ സിമ്പിളാണ്, സെയിം കളർ അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒന്നുകിൽ 3 ബോളും യെല്ലോ ആയിരിക്കണം. അപ്പോൾ എന്താണ് സാധ്യത? 10C3. ഓർ 3 ബോളും ഗ്രീൻ ആകാം. അപ്പോൾ സാധ്യത 7C3. ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് മാത്തമാറ്റിക്സിൽ. എടുക്കുന്ന 3 ബോളും വൈറ്റ് ആകാം. അപ്പോൾ എന്ത് കിട്ടും? 6C3. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 175. ഈ രണ്ടാമത്തെ പാർട്ട് 3 ബോൾ എടുക്കുന്ന 3ഉം വ്യത്യസ്ത കളർ. 10 യെല്ലോ ബോൾ ഉണ്ട്, അതിൽ നിന്ന് 1 എടുക്കുക. 7 ഗ്രീൻ ഉണ്ട്, 1 എടുക്കുക. 6 വൈറ്റ് ഉണ്ട്, 1 എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 10C1 ആൻഡ് എന്ന് പറഞ്ഞാൽ മാക്സിൽ ഇൻറ്റു 7C1 ആൻഡ് 6C1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 420 എന്ന് കിട്ടും. Next, question number 15. Consider an ellipse with the foci ±6,0 and passes through the point 6,5. Find length of major axis. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കാണുന്നതിന് വേണ്ടി ഒരു തിയറി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫോക്കൈ തന്നിട്ടുണ്ട് 6,0, അത് f ഡാഷ് -6,0. ഈ എലിപ്സിലുള്ള ഒരു പോയിന്റ് ആണ് 6,5. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസുകളുടെ സം ആണ്. PF പ്ലസ് PF ഡാഷ് എന്ന് പറയുന്നത് 2a അല്ലേ. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ സെയിം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്, ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യനുമാണ്. PF പ്ലസ് PF ഡാഷ് ഈക്വൽ ടു 2a. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് കാണാം, അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് കാണുക. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 + 13 അതായത് 18 ഈക്വൽ ടു 2a. സോ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കാണണമെങ്കിൽ ബിയുടെ വാല്യൂ കാണണം. അതിനുവേണ്ടി ഒരു ഐഡന്റിറ്റി ഉണ്ട്. c² ഈക്വൽ ടു s² മൈനസ് b². b² ഈക്വൽ ടു s² മൈനസ് c². a അറിയാം, c എന്ന് പറയുന്നത് 6 ആണ്. സോ √45. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b, 2 × √45. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ആണ് തേർഡ് പാർട്ട്. x²/s² പ്ലസ് y²/b² ഈക്വൽ ടു 1. a 9 ആണ്, s² അപ്പോൾ 81, b² എന്ത് വരും 45.
കിട്ടി, മാർക്ക് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. The figure given below shows a point C 4,1 on a line and this point divides segment between the coordinate axes in the ratio 2:1. Find x-intercept and y-intercept of the line. Also write equation of the line. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കാണേണ്ടത്? ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്, അതാണ് എക്സ് ഇന്റർസെപ്റ്റ്. ക്യാപിറ്റൽ ബിയുടെ വൈ കോർഡിനേറ്റ്, അതാണ് വൈ ഇന്റർസെപ്റ്റ്. ഇത് രണ്ടും കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ളത് ഈ ലൈൻ സെഗ്മെന്റിനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് അത് 4,1 എന്ന് നൽകിയിട്ടുണ്ട്. അതായത് സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്ത് ഈ ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ പോയിന്റ് ഓഫ് ഡിവിഷൻ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. സെക്ഷൻ ഫോർമുല എക്സ് കോർഡിനേറ്റ് കാണുന്ന ഫോർമുല mx2 + nx1/m+n, അതാണ് എത്രയും നൽകിയിട്ടുള്ള 4. അതുപോലെ y കോർഡിനേറ്റ് കാണുന്ന ഫോർമുല my2 + ny1/m+n, അതെത്രയാണ്? 1 എന്ന് നമുക്ക് അറിയാം. ഇവിടെ ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്നു. അത് x,0 എന്ന് അസ്യൂം ചെയ്യാം. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് 0,y, അതായത് ഈ ഡിസ്റ്റൻസ് y എന്നെടുത്താൽ ഈ പോയിന്റ് എന്താണ്? 0,y. അടുത്ത് m:n, അപ്പോൾ 2:1, അതാണ് റേഷ്യോ. അപ്പോൾ സ്മോൾ ലെറ്റർ m എന്താണ്? 2. സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് എന്താണ്? 1. ആ വാല്യൂസ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഇവിടെ x2-ന് 0 കൊടുക്കുക, x1-ന് എന്ത് കൊടുക്കുക? x കൊടുക്കുക, m-ന് 2, n-ന് 1 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x = എന്ത് കിട്ടും? 6. അതുപോലെ രണ്ടാമത്തെ ഫോർമുല mi2 + nyn/m+n = 1. y1 0, y2 എന്ന് പറയുന്ന y, m-നും n-നും നേരത്തെ പറഞ്ഞ വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y കോർഡിനേറ്റ് എന്ത് കിട്ടി? 3. അതായത് എക്സ് ഇന്റർസെപ്റ്റ് ആണ് x, ദാറ്റ് ഈസ് 6. y ഇന്റർസെപ്റ്റ് എന്ത് കിട്ടി? 3. ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണുന്ന ഫോർമുല x/a + y/b = 1. സോ x/6 + y/3 = 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x + 2y = 6. നല്ല ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയുമാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും 6 ക്വസ്റ്റ്യൻ എഴുതുക. വലിയ പ്രശ്നമുള്ളതല്ല, പക്ഷേ കാര്യമായി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ അത് സാധ്യമാകൂ. എസ്എ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ. ദ വാല്യൂ ഓഫ് sec² 2 - tan² 2. sec² x - tan² x 1. സോ ആൻസർ 1. എക്സിന് വരെ 2 വന്നു എന്ന് മാത്രം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ sec(x) അല്ലേ? sec(x)ന്റെ ഡൊമൈൻ. അപ്പോൾ ഇവിടെ പ്രശ്നം, നമ്മൾ സാധാരണ സൈൻ കോസ് ടാൻ ഇതാണ് സ്ഥിരം കാണാതെ പഠിച്ചിട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ചോദിച്ചത് sec(x). അപ്പോൾ sec(x)ൻ്റെയും cosec(x)ൻ്റെയും cot(x)ൻ്റെയും കൂടെ ഡൊമൈൻ നോക്കിക്കൊണ്ട് പോകണം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നൽകുന്ന സൂചന. അപ്പോൾ sec(x)ൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R മൈനസ് odd multiple of π/2, 2n + 1 × π/2. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അത് ഓർത്തിരിക്കണം, വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. നെക്സ്റ്റ്, അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് tan 3x × tan 2x × tan x = tan 3x - tan 2x - tan x. We have tan 3x = tan x + 2x. Then tan 3x = tan a + b എന്ന ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ tan x + tan 2x / 1 - tan x × tan 2x എന്ന് കിട്ടും. ജസ്റ്റ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ tan 3x × this one = റൈറ്റ് ഹാൻഡ് സൈഡ് tan x + tan 2x. നെക്സ്റ്റ് ഇത് അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുക. tan 3x - tan 3x × tan x × tan 2x = this one. ഈ ടേം മൊത്തത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവുക. ഇത് രണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത, ഷോ ദാറ്റ് cos 5x - cos 7x / 2 sin 6x = sin x. LHS എടുത്തെഴുതുക. ദെൻ എന്ത് അപ്ലൈ ചെയ്യുക? cos a - cos b, c - c, ഷോർട്ട് കട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. -2ss -2 sin. ആദ്യത്തെ ആംഗിൾ ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡിങ് ബൈ 2. 5x ഉം 7x ആഡ് ചെയ്യുക ബൈ 2. അടുത്ത ആംഗിൾ 5x - 7x ബൈ 2 അല്ലേ? സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡിങ് ബൈ 2. ബൈ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. 2 ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ സൈൻ എന്ത് കിട്ടും? 6x. ഇവിടെ സൈൻ ഓഫ് -x ബൈ താഴെയുള്ളത് അതുപോലെ. പിന്നെ എന്താണ്? സൈൻ ഓഫ് -x - sin x. ഈ മൈനസ് പ്ലസ് ആവും. ക്യാൻസലേഷൻ കഴിയുമ്പോൾ എന്ത് കിട്ടും? sin 6x ഉം sin 6x ഉം പോയാൽ sin x എന്ന് കിട്ടും, വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. വി ഹാവ് ടു പ്രൂവ്. അടുത്ത, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പാർട്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 18 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്ന്. ലിമിറ്റ് x ടെൻഡിങ് ടു 2 x² - 4 / x - 2.
ഡയറക്റ്റ് ആയിട്ട് 2 കൊടുത്താൽ 0/0, അതുകൊണ്ട് ഇത് ഫാക്ടറൈസേഷൻ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാം. ഫാക്ടറൈസേഷൻ ആണെങ്കിൽ x-2 × x+2, x-2 ക്യാൻസൽ ചെയ്താൽ x+2 വരും. എക്സിന് 2 കൊടുത്താൽ 2+2, ആൻസർ 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ x⁻n - a/(x-a) ഫോർമുല n × a⁻n-1, അത് അപ്ലൈ ചെയ്താലും 4 എന്ന് കിട്ടും. അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 cos x/π-x, എക്സിന് 0 കൊടുത്താൽ cos 0/π, ദാറ്റ് ഈസ് 1/π. അടുത്ത ഡെറിവേറ്റീവ് ഓഫ് 2x + 1, 1ന്റെ ഡെറിവേറ്റീവ് 0, 2xൻ്റെത് 2, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് x/x+1, ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ x+1 അതുപോലെ, then d/dx ഓഫ് ന്യൂമറേറ്റർ x മൈനസ് ന്യൂമറേറ്റർ x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ x+1 ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ x+1 ദ ഹോൾ സ്ക്വയർ. ഈ x+1 അതുപോലെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഈ എക്സ് അതുപോലെ x+1ൻ്റെ ഡെറിവേറ്റീവ് 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ 1 ഡിനോമിനേറ്റർ x+1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ ഗിവൺ ഡേറ്റ. തന്നിട്ടുള്ള ഡേറ്റാസിനെ ആദ്യം എന്തെഴുതുക? അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. 3, 5, 6, 7, 8, 10, 11. ഇതിൻ്റെ മിഡ് വാല്യൂ അതാണ് മീഡിയൻ അല്ലേ? മിഡ് വാല്യൂ എന്ന് പറയുന്നതാണ് 7 ആണ് മിഡ് വാല്യൂ. സോ മീഡിയൻ ഈക്വൽ ടു 7. n+1/2 ഒബ്സർവേഷൻ എന്നൊക്കെ ഫോർമുലയുണ്ട്, അത് അപ്ലൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ M, മീഡിയൻ 7. അടുത്ത് എക്സ് വാല്യൂ എഴുതുക. അടുത്ത് മോഡുലസ് ഓഫ് x-m, m എന്ന് പറഞ്ഞാൽ 7 ആണേ. അപ്പോൾ 3 - 7 -4 ആണ്, പക്ഷേ മോഡുലസ് ഉള്ളതുകൊണ്ട് +4. 5 - 7 2, എല്ലാം പോസിറ്റീവ് എഴുതുക. 6 - 7 1, 7 ൽ നിന്ന് 7 കുറച്ചാൽ 0, 8 ൽ നിന്ന് 1 കുറച്ചാൽ 7, 10 ൽ നിന്ന് 7 കുറച്ചാൽ 3, 11 ൽ നിന്ന് 7 കുറച്ചാൽ 4. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ മോഡുലസ് ഓഫ് x - ക്യാപിറ്റൽ M, ദാറ്റ് ഈസ് 15. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണുന്ന ഫോർമുല സിഗ്മ മോഡുലസ് ഓഫ് x - m ബൈ സ്മോൾ ലെറ്റർ n. ഈ സം എന്ന് പറയുന്നത് 15 ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. മൊത്തം എത്ര ഒബ്സർവേഷൻ ഉണ്ട്? എത്രയാണ്? 1 2 3 4 5 6 7 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, ആൻസർ 2.14. അടുത്തത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ക്ലാസ് ഇൻ്റർവൽ തന്നിട്ടുണ്ട്, അടുത്ത ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ എക്സ് വാല്യൂ കണ്ടെത്തണം. എന്താണ് മിഡ് വാല്യൂ? ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5, 30ൻ്റെ പകുതി 15, 50ൻ്റെ പകുതി 25, 70ൻ്റെ പകുതി 35, 90ൻ്റെ പകുതി 45. ഇതെഴുതി എഫ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്ത FX ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 15 × 705 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. അടുത്ത് FX² ഡയറക്റ്റ് ആയിട്ട് ഇത് കണ്ടാൽ മതി. ഈ FX-ഉം X-ഉം കൂടെ മൾട്ടിപ്ലൈ 5 × 5 25, 15 × 105 1575, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, FX എല്ലാം കൂടെ ആഡ് ചെയ്യുക, F എല്ലാം കൂടെ ആഡ് ചെയ്യുക. സം ഓഫ് ഫ്രീക്വൻസി അതാണ് ക്യാപിറ്റൽ N. FX-ൻ്റെ സമ്മാണ് 1020. സോ മീൻ കാണുന്ന ഫോർമുല സിഗ്മ FX ബൈ ക്യാപിറ്റൽ N 1020/36, ദാറ്റ് ഈസ് 28.33. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല അല്ലെങ്കിൽ വേരിയൻസ് കാണുന്ന ഫോർമുല, വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട്, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ FX² മൈനസ് സിഗ്മ FX ബൈ ക്യാപിറ്റൽ N ദ ഹോൾ സ്ക്വയർ. അതായത് മീനാണ്, ഇത് മീനിൻ്റെ സ്ക്വയർ, അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 900 എത്രയാണ്? സിഗ്മ FX² എന്ന് പറയുന്നത് 32,700 ബൈ 36, അതാണ് 908.33 മൈനസ് 28.33ൻ്റെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ആൻസർ നൽകും 10.28. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് എസ്എ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അത് തറവായി പഠിക്കുക. ഒരു 20 പ്രോബ്ലംസ് പഠിച്ചാൽ ഈ 6 മാർക്ക് ഷുവറാണ്. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ കാണുക. കൺസിഡർ എ ജോമെട്രി പ്രോഗ്രഷൻ വിത്ത് ഫസ്റ്റ് ടേം 3 ആൻഡ് കോമൺ റേഷ്യോ 2. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. ആദ്യത്തെ ടേം 3, കോമൺ റേഷ്യോ 2, അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ എഴുതുക. ആദ്യത്തത് 3, അടുത്തത് 6, 6 × 2 12, GPയുടെ 3 ടേം കിട്ടി. അടുത്ത വിച്ച് ടേം ഓഫ് ദ GP ഈസ് 1536 അല്ലേ? എന്ത് ടേം 1536 എന്ന് എഴുതുക. എന്ത് ടേം കാണുന്ന ഫോർമുല A × r⁻n-1 ഈക്വൽ ടു ദിസ് നമ്പർ. എയുടെ വാല്യൂ 3 ഫസ്റ്റ് ടേം, r എന്ന് പറയുന്നത് 2, അപ്പോൾ 3 × 2⁻n-1 ഈക്വൽ ടു 1536. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2⁻n-1 512, 512ന് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2�9, n-1 ഈക്വൽ ടു 9, n ഈക്വൽ ടു എന്ത് കിട്ടും? 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിസ്മസ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷവും ചോദിച്ച ക്വസ്റ്റ്യൻ. The sum of first 3 terms of a GP is 16. Sum of next 3 terms is 128. Find first term and common ratio. First 3 term in the sum.
a plus ar plus ar square equal to 16. Next 3 term ar cube ar raised to 4 ar raised to 5 equal to 128. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, അതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ അവസാനത്തെ 3 ടേം ആഡ് ചെയ്യുമ്പോൾ 128 ആണ്. ഇവ സോൾവ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും കണ്ടെത്തണം. അതിനുവേണ്ടി ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒരു ആർ ക്യൂബ് പുറത്തെടുക്കുക. ഒരു ആർ ക്യൂബ് പുറത്തെടുത്താൽ എന്ത് കിട്ടൂടാ? എ പ്ലസ് ആർ പ്ലസ് എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ ഈക്വൽ ടു 128. ഇവൻ്റെ വാല്യൂ അതാണ് ഇക്വേഷൻ നമ്പർ 1, 16. ആർ ക്യൂബ് ഇൻറ്റു 16 ഈക്വൽ ടു 128. ആർ ക്യൂബ് ഈക്വൽ ടു 128/16, 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബ്. ഫോർ കോമൺ റേഷ്യോ ആർ എന്താണ്? 2 ആണ്. ഈ ആറിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1-ൽ കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എ പ്ലസ് 2a പ്ലസ് 4a ഈക്വൽ ടു 16. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a ഈക്വൽ ടു എന്ത് കിട്ടും? 16/7. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്രിസ്മസ് ടേമിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല, എങ്കിലും നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതേ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യനാണ് പബ്ലിക് എക്സാമിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച കുട്ടികൾ എക്സാമിനേഷൻ തയ്യാറെടുക്കുമ്പോൾ റിവിഷൻ ക്ലാസ് പ്ലസ് മറന്നു പോകരുത്, സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് പഠിക്കുക. ഒപ്പം പറ്റുമെങ്കിൽ 2017, 2018, 2019, 2020 ഈ 4 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2025 ചോദിച്ചത് കൂടെ 24-ൽ ചോദിച്ചത് നോക്കുക. 25 വളരെ സിമ്പിളായിരുന്നു. 24-25 കൂടെ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കട്ടെ. കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകളുടെ എല്ലാം പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും സ്റ്റുഡൻസ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.